ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടല്ലോ, നവോദയ മിനിക്കോയിലെ നവോദയയിൽ പോയതും അവിടുത്തെ വിശേഷങ്ങളെല്ലാവരും കണ്ടു. ഒരുപാട് സപ്പോർട്ടാണ് നിങ്ങളിൽ നിന്ന് കിട്ടിയത്. ഒരുപാട് നന്ദി. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി അമർത്തി ലൈക്കും കമൻറ്റും ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണം. അപ്പോൾ നേരെ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ പോകുന്നത്. ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പോയത് കുദേഹി വില്ലേജിലേക്കാണ്. കുദേഹി വില്ലേജിലാണ് ഇന്നത്തെ ഞങ്ങളുടെ ക്ലാസ്. അപ്പോൾ അത് ഉച്ചക്കായിരുന്നു. അപ്പോൾ ഉച്ചക്കെന്ന് പറഞ്ഞാൽ ഒരു 4 മണി സമയത്തായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് അവയർനെസ് ക്ലാസ്സൊക്കെ കൊടുത്ത് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ട്രീറ്റ്മെൻറ്റ് ഒക്കെ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞിട്ട് അവിടെ ഇരുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ കുദേഹി വില്ലേജ് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഇന്ന് അവിടുത്തെ സഖാഫിൻ്റെ സ്റ്റാർട്ടാണ് കേട്ടോ, ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ബീച്ചിൽ നല്ല പരിപാടികളൊക്കെ ഉണ്ട്, അതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി പെണ്ണുങ്ങളെ പഴയ ഈ സഖാഫി എന്ന് മീൻസ് തന്നെ പൈതൃകം എന്നാണ് കേട്ടോ. അപ്പം മലിക് സഖാഫി ദിവസം എന്നാണ് ഇവരുടെ ആ പരിപാടിൻ്റെ പേര്. അപ്പോൾ മലിക് എന്ന് പറഞ്ഞാൽ മിനിക്കോയിൻ്റെ പഴയ പേരാണ് മലിക്. മിനിക്കോയ്ക്ക് പറയുന്ന പേരാണ് മലിക് സഖാഫി പൈതൃകം ദിവസ്. അന്നത്തെ പൈതൃകത്തിൻ്റെ ദിവസം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അവരുടെ ആ പൈതൃകങ്ങൾ, ആ മിനിക്കോയ് മലിക് സഖാഫി ദിവസിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. അന്ന് ഈ കോടി ബീച്ചിലാണ് കേട്ടോ ഇവരുടെ എല്ലാ പരിപാടികളും. ആ കോടി ബീച്ചിൽ എല്ലാവരും വൈകുന്നേരങ്ങൾ പെണ്ണുങ്ങളെല്ലാം കൂടിയിട്ട് അവരുടെ ആ ഒരു നല്ലൊരു രസമുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ, കളർഫുള്ളാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, മിസ്സാക്കാതെ കാണണം, അഭിപ്രായം പറയണം. അപ്പോൾ ഇത് കുദേഹി വില്ലേജാണ് കേട്ടോ. കുദേഹി വില്ലേജ് ആണ് അമ്മുവിൻ്റെ ഹസ്ബൻഡിൻ്റെ വാപ്പാൻ്റെ വീട്. കുദേഹി വില്ലേജ് അതിൻ്റെ തൊട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെയും പോയി നമ്മൾ ഈ പരിപാടി നമ്മുടെ ഈ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ അമ്മുവിൻ്റെ ഇല്യാസിൻ്റെ വാപ്പാൻ്റെ വീട്ടിൽ പെങ്ങളടുത്ത് പോയി ചായ ഒക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ ബീച്ചിലോട്ട് പോകുന്നത്. ഞങ്ങൾ ബീച്ചിലോട്ട് പോയി, ഞാനും അമ്മു ഇവിടെ ഡോക്ടറെ കൊണ്ടുപോയിട്ട് അവിടെ ക്ലിനിക്കിൽ 50 ഏക്കർ മദ്രസയിലാക്കിയിട്ട് ഞങ്ങൾ വീണ്ടും ബീച്ചിലോട്ടാണ് പോയത്. ബീച്ചിലെ വിശേഷങ്ങളെല്ലാം പയ്യെ വരുന്നുണ്ട്. അപ്പോൾ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് നിങ്ങളായി പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു വില്ലേജുണ്ട്, സേഡിവെൽ വില്ലേജിൽ. അത് 9:30 കേട്ടോ. അപ്പോൾ ഈ പരിപാടീൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞങ്ങൾ അവിടെ ഇവരുടെ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് വന്ന ശേഷം ഞാനും അമ്മും കൂടിയിട്ട് സേഡിവെൽ വില്ലേജിൽ പോയി. അവിടെ നിന്ന് ഒരു 9:30 കഴിഞ്ഞിട്ട് പിന്നെ രാത്രി ലേറ്റാകും വരെ. പിന്നെ മഗ്‌രിബിന് കുറച്ച് അവിടെ ബാങ്ക് വിളിക്കുന്ന ടൈമിൽ നടത്തി വെക്കും. പിന്നെ ഈശ കഴിഞ്ഞിട്ട് രണ്ടാമത് തുടങ്ങും. അങ്ങനെയാണ്. പിന്നെ സേഡിവെൽ വില്ലേജിൽ അവയർനെസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഈ ബീച്ചിൽ തന്നെ നമ്മൾ വന്ന് പരിപാടിയൊക്കെ കണ്ടു കേട്ടോ. നല്ല രസമുള്ള കളികളാണ്. അവിടുത്തെ ആ ഒരു പഴയകാല ഓർമ്മകളുമായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നല്ല രസകരമായ മുഹൂർത്തങ്ങളാണ് കേട്ടോ അവിടെ. ആ കോടി ബീച്ചിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു, 30-ാം തീയതി വരെ ഉണ്ടായിരുന്നു കേട്ടോ പരിപാടികൾ. 29-നാണ് ലാസ്റ്റ് ഡേ. അപ്പോൾ അന്ന് വരെ 24-ന് തുടങ്ങിയിട്ട് 29-ാം തീയതി വരെ എല്ലാ ദിവസവും അവിടെ ഓരോരോ പ്രോഗ്രാമുകളുണ്ടായും. രാവിലെയും വൈകുന്നേരവും രാത്രിയും ഒക്കെ ഉണ്ടാവും കേട്ടോ. എല്ലാവരും ആണും പെണ്ണും ചെറിയ കുട്ടികളും ഒക്കെ ആയിട്ട് അവിടെ നല്ലോണം തിങ്ങിക്കൂടിയിട്ട് നല്ല രസകരമായിരുന്നു. സമയം പോയതേ അറിഞ്ഞില്ല. അങ്ങനത്തെ ഒരു രസമുള്ള ദിവസങ്ങളായിരുന്നു. അപ്പോൾ ഇത് കുദേഹി വില്ലേജിൽ ഞാൻ പറഞ്ഞല്ലോ, കുദേഹി വില്ലേജിലെ കാര്യങ്ങളായിട്ട് പോകുന്നതാണ്. അപ്പോൾ എല്ലായിടത്തും ഞാൻ സൈസാബിൻ്റെ ഫോട്ടോ എടുത്ത് കാണിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷദ്വീപിൻ്റെ ശില്പി എന്ന് പറയുന്നത് PM സൈദാണല്ലോ. അപ്പോൾ ആ ഒരു അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ ഒന്ന് ഞാൻ പോസ് ചെയ്തിട്ട് എടുത്തു. എവിടെ പോയാലും അദ്ദേഹത്തിൻ്റെ ഫോട്ടോയ്ക്കൊരു അട്രാക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ കാരണം നമ്മളെ മനസ്സിലൊരു അത്രത്തോളം ഇഷ്ടം അദ്ദേഹത്തോടുള്ളത് കൊണ്ട് ആ ഒരു വ്യക്തിത്വത്തെ നമുക്ക് മാനിക്കാണ്ട് പറ്റില്ല. അങ്ങനെയുള്ള അവിടെ കുദേഹി വില്ലേജ് ഹൗസിൽ വെച്ചിട്ടുള്ള ആ ഫോട്ടോയിലേക്കൊന്ന് അറിയാതെ നമ്മൾ നോക്കിപ്പോകും. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അവിടുത്തെ ആ ഒരു ട്രോഫീൻ്റെ അടുത്ത് അവരുടെ ആ ഒരു സൈസാബിൻ്റെ ഒരു ഇതും വച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല
എല്ലാവർക്കും കൊടുക്കുന്ന ഒരു ബഹുമാനം ഉണ്ടല്ലോ അവർക്ക്. കാരണം ജാതി ഭേദമന്യേ പാർട്ടി ഭേദമന്യേ എന്ന് പറയാം, അങ്ങനെയുള്ള ഒരു ബഹുമാനം അദ്ദേഹത്തിന് എല്ലായിടത്തു നിന്നും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പോയത് ഇല്യാസിൻ്റെ വാപ്പാൻ്റെ പെങ്ങളെ വീട്ടിലാണ്. അവിടെ പോയി ചായയൊക്കെ കുടിച്ചിട്ടാണ് ഞാൻ ബീച്ചിൽ പോകുന്നത്. ബീച്ചിൽ പോയ രസം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇവർ കളിക്കുന്ന കളി കണ്ടോ, ഇത് നാല് പെണ്ണുങ്ങളെല്ലാം കൂടി ഇരുന്നിട്ട് ഇവരുടെ ഒരു പഴയ കാലമാണ്. നമ്മൾ കോട്ടയ കളിക്കൂലേ, 4 കോട്ടയ കൊണ്ട് കളിക്കൂലേ, ഇവരതല്ല. ഇവർ ഈ പിന്നൻ, നമ്മളെ നാട്ടിലെ ഫിന്നെന്ന് പറയും. ഇവർ ചെറിയ കായ് വരുന്ന, നിങ്ങൾ എന്ത് പറയുന്നത് എനിക്ക് കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ടാണ്, എന്താണെന്ന് അറിയില്ല. ഫിന്നിൻ്റെ കായ്ക്ക് അവർ കളർ കൊടുത്തിട്ട് ഓരോ കളർ കൊടുക്കും, ഓരോ മഞ്ഞ, പച്ച, ഗ്രീന്, പച്ച, ബ്ലൂ, അങ്ങനെ ഓരോ കളർ കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം, റെഡ് എന്ത് വേണമെങ്കിലും കൊടുക്കാം. അത് 7 പീസ് എടുത്തിട്ട് തന്നെയാണ് അവർ കളിക്കുന്നത്. അവർ കളിക്കുന്ന രീതിക്കും വ്യത്യാസമുണ്ട്. എൻ്റെ ദ്വീപിൽ കളിക്കുന്ന രീതിക്കല്ല അവർ കളിക്കുന്നത്. എൻ്റെ ദ്വീപിൽ 4 പീസ് കൊണ്ടാണ് കളിക്കുന്നത്, ഇവർ 7 പീസ് കൊണ്ടാണ് കളിക്കുന്നത്. അതും വലിയ വലിയ ഈ പിന്നൻ്റെ കായാണ്. അപ്പോൾ അത് കൈ പിടിച്ചാൽ തന്നെ ഒതുങ്ങില്ല. ഞാനും കളിച്ച് നോക്കി, എനിക്ക് പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഒരു മത്സരം പോലെയാണ്. ഇങ്ങനെ വട്ടത്തിലിരുന്ന് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കൂട്ടം കൂടി ഇരുന്ന് കളിക്കുന്നതാണ്. വാശിയോടെയുള്ള കളിയാണ് കേട്ടോ, നല്ല വാശിയോടെയും നല്ല സ്നേഹത്തോടെയും പിന്നെ അവരുടെ അടുത്ത് എടുത്ത് പറയേണ്ട ഒന്നാണ് അവരുടെ ആ ഒരു ഐക്യം. ഏത് വില്ലേജ് ഹൗസ് ആയിക്കോട്ടെ, ഏത് ആളായിക്കോട്ടെ, പക്ഷെ നല്ല ഐക്യമാണ്. പിന്നെ നമ്മൾ പുറത്തുനിന്ന് പോകുന്നവരോടൊക്കെ ഭയങ്കര ബഹുമാനമാണ്, നല്ല സ്നേഹമാണ്. എന്ത് പറഞ്ഞാലും അവർക്ക് ചിലപ്പോൾ മലയാളം മനസ്സിലാകുന്ന വരില്ല, മലയാളം അറിയാത്തവരുണ്ട്, തിരിച്ച് പറയാൻ അറിയാത്തവരുണ്ട്. എന്നാൽ അവർ അടുത്തുനിന്ന് നിന്നവരോടത്ത് ചോദിച്ചിട്ടാണെങ്കിൽ നമുക്ക് ആ ഒരു സപ്പോർട്ട് തരും. പിന്നെ എല്ലാ വില്ലേജ് ഹൗസുകാരും അങ്ങനെ വന്ന് അവിടെ ഇരിക്കുന്നതാണ്, വന്നിരുന്നു കേട്ടോ. കാരണം പിന്നെ ഇങ്ങനെ കൂട്ടം കൂടി കളിക്കുന്ന, ഒരു ഭാഗത്ത് കളിക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് കടൽ, ഒരു ഭാഗത്ത് ഈ ഫ്ലാഗൊക്കെ ഉണ്ടല്ലോ, എല്ലാ വില്ലേജുകാരുടെയും ഫ്ലാഗാണ് കേട്ടോ അവിടെ. ഇത് കണ്ട ഇവിടെ ഇങ്ങനെ വട്ടം വട്ടം കൂടിയിട്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ വേറെ ഐലൻഡേഴ്സും ദ്വീപുകാരും അവിടെ കാണാനായിട്ട് വന്നവരുണ്ട്. ഇതൊക്കെ മറ്റേ ഏതാണ്ട മുബസ്സിനെയും അമ്മും കൂടി നിൽക്കുന്ന അവരുടെ അമ്മുവിൻ്റെ ഫ്രണ്ടും കൂടിയാണ് കേട്ടോ. മുബസ്സിനാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, അത്ലറ്റിക്സ് ആയതുകൊണ്ട്. അപ്പോൾ അവരും അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടിയിട്ട് നല്ലൊരു വൈബാണ് കേട്ടോ, അടിപൊളിയാണ്. നമുക്ക് കണ്ടു നോക്കാം, നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. ബോഡി ബീച്ചിലാണ് ഇരിക്കുന്നത്. ഇവരുടെ സഖാഫിന്റെ ഭാഗമായിട്ട് ഇന്ന് തുടക്കാണ്. ഇത് ഔമുഖ് വില്ലേജിലെ നമ്മുടെ ചെങ്സ് ആണ് കേട്ടാ. പിന്നെ ബാക്കി വില്ലേജുകാരും ആൾക്കാരൊക്കെ ബാക്കിലുണ്ട്. അടിപൊളിയാണ്. അയ്യോ, അതിന്റെ പിറകെ ബീച്ച് കണ്ട, എന്ത് മനോഹരല്ലേ, അടിപൊളി കോടി ബീച്ച്. ഇവിടെ ഇന്ന് മുതൽ തുടങ്ങിയിട്ടാ ഇവിടുത്തെ ഫെസ്റ്റിവൽ. ഇവിടുത്തെ ഫെസ്റ്റിവലിന് ഇവര് പറയുന്നത് സഖാഫി എന്നാണ്. സഖാഫി അല്ലേ? ഇതായിരുന്നു അറിയാം, നമ്മളെ 30 കാണുന്നുണ്ട്. ഇത് 38. അപ്പൊ അമുഖ് വില്ലേജ് 30. അപ്പൊ എന്തായാലും അടിച്ചു പൊളിക്കുന്നുണ്ട്, നല്ല ഒരു വൈബാണ് കേട്ടാ. അപ്പൊ മഴ പെയ്യാൻ ഞാൻ മതി. അപ്പൊ കളിക്കുന്ന കാണിച്ചേരാ. അപ്പൊ കളിക്കുന്ന കാണിക്കാം.
കണ്ടല്ലോ അവിടുത്തെ കൂട്ടം കൂടിയിട്ടുള്ള കളികളും ആ ഒരു രസങ്ങളൊക്കെ. പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെ കുറേ സ്റ്റാളുകളുണ്ട് കേട്ടോ. ഇത് ദീപശ്രീകാർ ഉണ്ടാക്കുന്ന കുറേ സ്നാക്സും ചായയും ഒക്കെ, അടിപൊളി ചായയൊക്കെയാണ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോയതാണ്. അപ്പോൾ അവിടെ എനിക്ക് പരിചയമുള്ള കവരത്തിയിലെ സെലീനൻ്റെ ഫ്രണ്ട് ഉണ്ട് അക്കീലെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവളെയും പരിചയപ്പെട്ടു. അക്കീലൻ്റെ നമ്പർ തന്നിരുന്നു. അങ്ങനെ വിളിച്ച് സംസാരിച്ചിരുന്നു. അവരുടെ പലഹാരമെല്ലാം ഉണ്ടാക്കുന്നത് കാണാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഈ പരിപാടി തുടങ്ങിയത് കൊണ്ട്, ഈ സഖാഫി തുടങ്ങിയത് കൊണ്ട് എല്ലാവരും നല്ല തിരക്കായിപ്പോയി. നമുക്ക് അവർ വിളിക്കുന്ന ടൈമിൽ നമുക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമുക്ക് ഫ്രീ ഉള്ള സമയത്ത് അവർ തിരക്കായിപ്പോയിരുന്നു. അങ്ങനെ കംപ്ലീറ്റ് എടുക്കുന്നതൊന്നും, ആ ഒരു പലഹാരം ഉണ്ടാക്കുന്നതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇൻഷാ അല്ലാഹ് ഇനിയും പോകുമല്ലോ, അപ്പോൾ വിസ്തരിച്ചെടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഇത് ഇപ്പോൾ ഈ സഖാഫിൻ്റെ തിരക്കായിപ്പോയി. കാരണം എല്ലാവരും വീട്ടിൽ തിരക്ക്, പിന്നെ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ബീച്ചിൽ പോകണം, അങ്ങനെയുള്ള തിരക്കായി ആയതുകൊണ്ട് നല്ല തിരക്കായിപ്പോയി. എല്ലാ പലഹാരവും നല്ല ടേസ്റ്റാണ് കേട്ടോ. അധികം ഓവർ മധുരമൊന്നും ഉണ്ടാവില്ല, എന്നാലും മീഡിയം മധുരത്തിലും എരിവിലും അധികം മാസ് വെച്ചിട്ടാണ് കേട്ടോ. മാസ് കൊണ്ടുള്ള ഒരു കളി തന്നെയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവരുടെ റിഹാപ്പ് എന്ന് പറയും. കാരണം 2 പത്തിരി, നമ്മൾ നെയ്പത്തിരി വരിക്കുന്നില്ലേ, ആ നെയ്പത്തിരിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ പത്തിരിയാണ്, അതിൻ്റെ ഇടയിൽ മാസിൻ്റെ മസാല വെച്ചിട്ടാണ് അവർ പൊരിച്ചെടുക്കുന്നത്. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് കുറച്ച് എരിവും ഒക്കെ ഉള്ള ഒരു നല്ല ടേസ്റ്റാണ്. അതിൻ്റെ മസാലയൊക്കെ നല്ല. പിന്നെ സമൂസയിലും അധികം മാസ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അവരുണ്ടാക്കുന്നത്. പിന്നെ മൊമോസും പിന്നെ ചായയും, അവരുടെ എല്ലാ പലഹാരവും ഒരുവിധം എല്ലാം അവിടെ ഉണ്ടാവും സ്റ്റാളിൽ. പിന്നെ ഞങ്ങൾ ചായയെല്ലാം കുടിച്ചു. മറ്റവരുള്ളവരൊക്കെ ക്ലിനിക്കിലാണ് കേട്ടോ. ഞാനും താജും ദീനത്തും അമ്മും കൂടിയിട്ടാണ് കേട്ടോ വൈകുന്നേരങ്ങളുള്ള ഞങ്ങളുടെ കറക്കമൊക്കെ. അപ്പോൾ ഒരുപാട് ഇവർ ദീനത്തിനും താജുനും പിന്നെ സ്കൂളപ്പോൾ ക്രിസ്മസിൻ്റെ ലീവായതുകൊണ്ട് പിന്നെ നമ്മളോടൊപ്പം തന്നെ അങ്ങ് കൂടി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവർക്കും ബോറടിയായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്കൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരും ബിസിയായി പോയത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ അങ്ങനെ ബീച്ചിൽ അല്ലെങ്കിലും ഇങ്ങനെ ചുമ്മാ പോയിരുന്നാൽ തന്നെ നമുക്കൊരു റിഫ്രഷ്മെൻ്റ് അല്ലേ. അപ്പോൾ അത് എപ്പോൾ എനിക്കിഷ്ടമുള്ള കാര്യമാണ്. ഞാൻ ദുബായിലെ തന്നെ ആകുമ്പോൾ തന്നെ എന്താക്കും, എനിക്കൊരു ബോറടിയോ ഒരു വിഷമോ ഒരു ഒറ്റപ്പെടലോ എന്തെങ്കിലും നമുക്ക് ഒന്ന് ഫീൽ ചെയ്യുമ്പോൾ ഞാൻ അപ്പോൾ ഡ്രൈവ് ചെയ്തിട്ട് അവിടെ അടുത്തുള്ള മംജർ ബീച്ചിൽ പോയിട്ട് ചുമ്മാ ഇരിക്കും. അവിടുത്തെ ആ ഒരു കുട്ടികളുടെ കടൽക്കുളിയൊക്കെ കണ്ടിട്ട് ആ ഒരു മൂഡ് ഓഫ് ഒക്കെ ഉണ്ടെങ്കിൽ, കാരണം മൂഡ് ഓഫ് ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ലല്ലോ. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഞാൻ ചേച്ചി കളിച്ച് നടക്കുന്നതുകൊണ്ട് എനിക്ക് ഒട്ടും വിഷമമില്ല എന്ന്. പക്ഷേ അതല്ല കേട്ടോ, എല്ലാ മനുഷ്യന്മാരെ പോലെ തന്നെയാണ് എനിക്കും വിഷമങ്ങളും സങ്കടങ്ങളും കരച്ചിലും സന്തോഷങ്ങളും എല്ലാം കൂടിക്കലർന്ന് തന്നെയാണ് എൻ്റെ ജീവിതവും പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഞാൻ ഫുൾ ടൈം ഹാപ്പി ആയിട്ടാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. എനിക്കും ഉണ്ട് ഇമോഷൻസൊക്കെ. അപ്പോൾ എൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഞാൻ നിങ്ങളിൽ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. കാരണം എൻ്റെ വിഷമങ്ങൾ നിങ്ങളെ കാണിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളെ വിഷമങ്ങൾ മാറുമോ? ഇല്ല. അപ്പോൾ അത് നമ്മളിൽ നിന്ന് എത്രത്തോളം അക്സെപ്റ്റേഷനാണ് മറ്റുള്ളവർ നോക്കുന്നത്, അതേ നമ്മൾ തരുന്നുള്ളൂ. കാരണം നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, നമ്മൾ കാണുമ്പോൾ മറ്റുള്ളവർ ഹാപ്പി ആയിരിക്കുക. നമ്മളൊരു പുഞ്ചിരി കൊണ്ടാണ് മറ്റുള്ളവർക്കൊരു ഹാപ്പി കിട്ടുന്നുണ്ടെങ്കിൽ അതായിരിക്കട്ടെ നമ്മുടെ സന്തോഷം എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ ഹാപ്പി ആയിട്ട് ചില്ലായിട്ട് അങ്ങ് പോകുന്നത്. കാരണം നമ്മൾ എല്ലാ മനുഷ്യന്മാരിലും ഉണ്ടാവും കേട്ടോ, ചെറുതും വലുതുമായിട്ടുള്ള ചെറിയ ചെറിയ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടാവും. ഇല്ലാത്തൊരു മനുഷ്യന്മാരുണ്ടാവില്ല. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ 9:30 ആയിരുന്നു ഇവിടെ സേഡിവെല്ലിലെ നമ്മുടെ ക്ലാസ്. അപ്പോൾ സേഡിവെൽ പോകുമ്പോഴത്തേക്ക് എല്ലാവരും അവിടെ റെഡി ആയിരുന്നു കേട്ടോ. ലേഡീസൊക്കെ റെഡിയായിട്ട് വില്ലേജ് ഹൗസിൽ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, എല്ലായിടത്തും വില്ലേജ് ഹൗസിലാണ് കേട്ടോ സംഭവം. എന്ത് വന്നാലും വില്ലേജ് ഹൗസിലും അവരുടെ 2 മൂപ്പത്തിമാരുണ്ടാവും. അപ്പോൾ മൂപ്പന്മാരും ഉണ്ടാവും. അപ്പോൾ അവരുടെ താഴെയാണ് എല്ലാ പരിപാടികളും അവരുടേത്. കണ്ട റോഡൊക്കെ നല്ല രസമാണ് കേട്ടോ. ഈ സൈഡിവെൽ കൂടി അങ്ങ് കയറി പോകാൻ ഇങ്ങനെ നല്ല രസമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ്. അപ്പോൾ മീനൊക്കെ അവർ മസാല ഉണ്ടാക്കാൻ, സ്നാക്സ് ഉണ്ടാക്കാനുള്ള മീനൊക്കെ അവിടെ റെഡിയാക്കിക്കൊണ്ടാണ്. അത് അവരെന്നെ പെണ്ണുങ്ങൾ തന്നെയാണ് കേട്ടോ മുറിക്കാൻ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പിന്നെയും പോയത് കോടി ബീച്ചിലേക്കാണ്. അപ്പോഴത്തേക്ക് ആൺകുട്ടികളുടെ കളിയാണ് കേട്ടോ. ഇതിൻ്റെ പേരെന്തോ പറഞ്ഞ് എനിക്ക് പറയാൻ കിട്ടുന്നില്ല. ഞാൻ ഇനി എന്തെങ്കിലും പറഞ്ഞിട്ട് പിന്നെ അയ്യോ അതല്ല ഇതെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇടാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ അറിയാവുന്നൊരു എൻ്റെ വീഡിയോൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യണേ ശരിക്കുള്ള പേര്. പക്ഷേ എനിക്ക് അറിയാവുന്ന പേര് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം ഒഴിവാക്കുന്നതാണ് പേര് പറയാൻ. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കളി കാണാൻ. നല്ല വാശി അറിയാം. അവിടെ വില്ലേജുകൾ തമ്മിലുള്ള വാശി മത്സരമാണ് കേട്ടോ.
കാരണം ഓരോരോ വില്ലേജ് 2 വില്ലേജുകൾ തമ്മിലുള്ള മത്സരമാണ്. അപ്പോൾ ആ വില്ലേജ് ജയിക്കുമ്പോൾ ഫൈനൽ ഏത് വില്ലേജാണോ അങ്ങനെ പോകുന്നതാണ്. വില്ലേജ് അടിസ്ഥാനത്തിലാണ് അവിടുത്തെ മത്സരങ്ങൾ. അപ്പം നല്ല വാശിയേറിയ മത്സരം തന്നെയാണ്. അപ്പോൾ ചുറ്റുമിരിക്കുന്ന പെണ്ണുങ്ങളുടെ ആ വാശിയും ആ ഒരു ഒച്ചപ്പാടും ബഹളവും ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു രസമാണ് കേട്ടോ അത് കണ്ടിരിക്കാൻ. കുട്ടിക്കാലത്ത് നമ്മൾ സ്കൂളിലൊക്കെ ഹൗസ് അടിസ്ഥാനത്ത് കളിക്കുമ്പോൾ ഉണ്ടാകുന്ന വാശിയേറിയ ഒരു മത്സരമില്ലേ, അപ്പോൾ ആ ഒരു അവസരം പിന്നെ അതുപോലെ ഇൻ്റർ ജെ ബി സ്കൂൾ മത്സരമൊക്കെ വരുമ്പോഴും ഓരോ സ്കൂൾ ബേസ് ആയിട്ട് വരുന്ന മത്സരങ്ങളുണ്ടാവില്ലേ, ആ സമയത്ത് നമ്മൾ വാശിയേറിയ ഒരു മത്സരമായിരിക്കില്ലേ, ആ ഒരു വല്ലാത്ത ത്രില്ലായിരിക്കില്ലേ, ആ ഒരു ഫീലിലേക്ക് എന്നെ കൊണ്ടുപോയി. പിന്നെ അതിൻ്റെ ഇടയിൽ അവരുടെ ആ ആ കുറച്ച് അവരുടെ ഫ്രീ ആയിട്ട് തന്നപ്പോൾ കളിച്ചോ എന്ന് പറഞ്ഞ് തന്നപ്പോൾ ഞങ്ങളൊന്ന് ട്രൈ ചെയ്തതാണ്. പക്ഷേ എനിക്ക് കിട്ടുന്നില്ല. ഈ 7 എണ്ണം ഇത്രയും വലിയ ഈ സാധനം ഈ ഫിന്നിൻ്റെ കായാണ്. ഫിന്നിൻ്റെ കായ് ഇപ്പോൾ അറിയാവുന്നവർക്ക് അറിയാം അത് എത്രത്തോളം വലിപ്പമുണ്ടെന്ന്. അതിപ്പോൾ ഈ 7 എണ്ണം എങ്ങനെ നമ്മളെ കയ്യിൽ ഒതുങ്ങുമെന്ന് എനിക്ക് ചിന്തിക്കുന്നത്. അവർ ഈസി ആയിട്ട് കളിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് പറ്റുന്നില്ല. എന്നാലും അത് നമ്മൾ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏത് നാട്ടിൽ പോയാലും അവരുടെ ഫുഡും അവരുടെ ആ ഒരു കളിയും അവരുടെ എന്താണെന്നല്ല ഉള്ള ഒരു സ്പെഷ്യൽ എല്ലാം നമുക്ക് അറിയാൻ എനിക്കൊരു ആകാംക്ഷയാണ് കേട്ടോ. ഏത് നാട്ടിൽ പോയാലും അവരുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, ഒരു സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഇങ്ങനെ നമുക്ക് അറിയാൻ ഒരു ആഗ്രഹം എപ്പോഴും എനിക്കുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഈ കളിയും. ഇതിന് ഫുണോവ എന്തോ ആണ് പറയുന്നത്. തെറ്റാണെങ്കിൽ ക്ഷമിക്കണേ, തിരുത്താനും നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ ഈ മഹൽ ഒന്ന് പഠിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. ഒന്ന് നല്ലോണം പഠിച്ച് പറയാൻ പറ്റുന്ന രീതിയിലായാലേ നമ്മൾ ആ മഹലിൻ്റെ ഒരു സ്റ്റൈലായിട്ട് വരുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും സ്പെല്ലിങ് മിസ്റ്റേക്കിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്കൊക്കെ പറ്റും. എനിക്ക് പറ്റുന്നുണ്ട്. അവർ പറയുന്ന പോലെ നമ്മൾ പറയാൻ നോക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറ്റും, അപ്പോൾ അവർ ചിരിക്കും. അങ്ങനെ തിരുത്തി തരും. അത് വിഷമമൊന്നുമില്ല, അവർ അപ്പോഴേ തിരുത്തി അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെ അവരുടെ ആ ഒരു പാരമ്പര്യം, ആ ഒരു പൈതൃകം ഉണ്ടല്ലോ, ആ ഒരു ഇതിനോട് അവർക്ക് ഭയങ്കര ബഹുമാനമാണ്. അവരുടെ ഈ കളീനെ ബഹുമാനിക്കണം. അവരുടെ ലിബാസ് ഉണ്ടല്ലോ, അവരുടെ ഡ്രസ്സ്, അതിനെ ബഹുമാനിക്കണം. അവരിടുന്ന ആ തട്ടം ഉണ്ടല്ലോ, ആ തട്ടെന്നൊന്നും പറയാൻ പാടില്ല, അതിനെന്തോ വേറെ പേര് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ പറയണം, മക്കനെന്നൊന്നും പറയാൻ പാടില്ല. അപ്പോൾ അപ്പോൾ ഇങ്ങനെ നമ്മൾ എനിക്ക് ഈ ഡ്രസ്സും അതൊന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയല്ല, അത് പറയുന്ന ലിബാസും മക്കനൊക്കെ വേറെ എന്തോ പേരും പറഞ്ഞു, അങ്ങനെയാണ് പറയേണ്ടത്. അതുപോലെ അവരുടെ ഈ ബാൻഡിയ ഡാൻസില്ലേ, ബാൻഡിയ ഡാൻസിൻ്റേത് നമ്മൾ കുടം പിടിച്ചിട്ടല്ലേ അവർ ബാൻഡിയ ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ കുടംകളിയിൽ നിന്ന് നമ്മൾ പുറത്ത് നിന്ന് കുടംകളി എന്ന് പറയുമ്പോഴും അവർക്കത് ഭയങ്കര വിഷമാണ് കേട്ടോ. അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. അവർ അങ്ങനെ പറയല്ലേ, അത് ബാൻഡിയ എന്നേ പറയാൻ പാടുള്ളൂ എന്ന് പറയും. അപ്പോൾ അത് നമുക്ക് കുറച്ചൊക്കെ അവിടെ നിന്നപ്പോൾ 2 ആഴ്ചയോളം അവിടെ നിന്നപ്പോൾ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലായി. പിന്നെ നമ്മൾ ഇങ്ങനെ കളിയൊക്കെ കണ്ട് ഇവരോട് കളിച്ച് അവരിൽ ഒരാളായിട്ട് കളിക്കൊച്ച് നിന്ന് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു രസം അതൊന്ന് വേറെ തന്നെയാണ്. ഒരു കുറച്ച് ദിവസത്തേക്കെങ്കിലും ഞാൻ ആ ഒരു കുട്ടിക്കാലത്തേക്ക് ചെറിയ ആ ഒരു എൻ്റെ കുട്ടിക്കാലത്തേക്ക് പോയോ എന്നൊരു സംശയമാണ്. അപ്പോൾ എനിക്ക് ഇതൊക്കെ വല്ലാത്ത ഫീലാണ് കേട്ടോ. ഒരുപാട് സന്തോഷം തരുന്ന ഓരോരോ നിമിഷങ്ങളാണ് കേട്ടോ ഇങ്ങനത്തെയൊക്കെ. നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കുമല്ലേ നിങ്ങളുടെ അഭിപ്രായവും? ഞാൻ കൂടെ പറയുന്നത് എന്താണെന്നറിയോ, നിങ്ങൾക്കും ഇതുപോലെയുള്ള ചെറിയ ചെറിയ മൊമെൻറ്റ്സൊക്കെ എത്രത്തോളം ഹാപ്പിനെസ് തരുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അത് കേൾക്കുമ്പോൾ എനിക്കും കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് അപാരം തന്നെയാണ്. അപ്പോൾ ആ കളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രാത്രി 12 മണി 12:30 ആവും വരെ ആ ബീച്ചിൽ ഇങ്ങനെ ആൾക്കാർ തിങ്ങിക്കൂടിയിട്ട് ഓരോരോ ഗെയിമായിട്ടുണ്ടാവും കേട്ടോ. ഇതിപ്പോൾ ഇന്ന് തുടക്കം മാത്രമാണ്. എല്ലാ ദിവസവും ഇനി അങ്ങോട്ടുള്ള 29-ാം തീയതി വരെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ദിവസങ്ങൾ ഈ ബീച്ചിൽ നല്ല രസമായിരിക്കും. അപ്പം മിനിക്കോയിലത്തെ എൻ്റെ ഈ കൊച്ചു ജേണി ആയിട്ട് പോകുന്ന എൻ്റെ ഈ ചെറിയ ചെറിയ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തന്നെ ഞാൻ വിചാരിച്ചോട്ടെ. നിങ്ങൾ തരുന്ന സപ്പോർട്ട് എനിക്ക് അപാരം തന്നെയാണ്. അപ്പോൾ ഇത് കണ്ട അവസാനം നമ്മളിങ്ങനെ ദൂരെ മാറിയിരുന്നിട്ട് അതിൻ്റെ സ്റ്റഡി ക്ലാസ് പോലെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മു പിന്നെ അവിടുത്തെ ദിയ ആയതുകൊണ്ട് അതൊക്കെ പഠിച്ചെടുക്കണമല്ലോ അങ്ങനെ. അപ്പോൾ ഇത്രത്തേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബായ്.